ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ, ചിന്തകളൊക്കെ എത്രത്തോളം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. എലോൺ മസ്ക് എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണെന്ന് ഒരു പിടുത്തമില്ല. കാരണം അത്രയേറെ വൈവിധ്യമാർന്ന ചിന്തകളിലൂടെ പോകുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ന്യൂറാലിങ്ക്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ചിന്തകളെ എങ്ങനെയൊക്കെ സ്വായത്തമാക്കാം, അത് മനസ്സിലാക്കി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു പഠനമൊക്കെ നടത്തുന്നതാണ്. ടെലിപ്പതി എന്നൊരു പേരിലാണ് അവർ പഠനം നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം, കഴുത്തിന് താഴേക്ക് തളർന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മനസ്സിലാക്കിക്കൊണ്ട് ലാപ്ടോപ്പിൽ ചെസ് കളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തു എന്നാണ്. ഇതാണ് ദൃശ്യങ്ങൾ മസ്ക് തന്നെ പങ്കുവച്ചത്. I had to use like a mouse stick and stuff, but now it's all being done with my brain. If y'all can see the cursor moving around the screen. ശരി, ലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലാലേ, നമ്മൾ ഈ ടെലിപ്പതി എന്ന സാധനമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രസൻസ് അല്ലേ നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോഴോ ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുക എന്നൊക്കെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് സാധാരണ രീതിയിൽ പറയാറുള്ളത്. അതെ അതെ. അപ്പോൾ ഇത് നോക്കിയാൽ ആ ചിന്തകളെ മുഴുവൻ പഠിച്ചുകൊണ്ട് ഇതൊരു തുടക്കമാണ്, ചെസ്സാണ്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നല്ലേ. അതായത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്നത്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൻ്റെ ഭാഗമാവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതായത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ശൂന്യാകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു, നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. അങ്ങനെ തുടങ്ങി നമ്മൾ പലപ്പോഴും കണ്ട് സിനിമയിൽ മാത്രം കണ്ടു ഇതൊക്കെ ഏത് കാലത്ത് നടപ്പാവാൻ പോകുന്നതാണ് എന്നൊക്കെ ചിന്തിച്ച കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വളരുകയാണ്. ടെക്നോളജി അത്രയധികം വലുതാവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ടെലിപ്പതിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, അവർ പ്രത്യേകമായിട്ട് ഈ ഗവേഷണങ്ങൾ തുടങ്ങിയിട്ട് 8-10 കൊല്ലങ്ങളായി. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പദ്ധതി, അതാണ് എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നത്. 10-100ഓളം ഇതിൻ്റെ ഉപശാഖകൾ തന്നെ അദ്ദേഹം അതിനുവേണ്ടി ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു എന്ന് പറയുന്നതാണ്. ഇത് ആദ്യ സ്റ്റേജ് മാത്രമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു നാണയത്തിൻ്റെ വലിപ്പമുള്ള ഒരു ചിപ്പാണ് തലച്ചോറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സമാനമായ അതിൻ്റെ ഡിവൈസ്, കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് മറ്റേ ലാപ്ടോപ്പിലുള്ളത്. അപ്പോൾ ഈ തലച്ചോറിൽ ഇരിക്കുന്ന ചിപ്പ് റീഡ് ചെയ്യാണ്, നമ്മുടെ തലച്ചോറ് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ആ ചിപ്പ് റീഡ് ചെയ്യാണ്. എന്നിട്ട് അത് നേരെ ഓപ്പോസിറ്റുള്ള അതിൻ്റെ കണക്റ്റഡ് ഡിവൈസിലേക്ക് കൊടുക്കുന്നു. ആ ഡിവൈസ് അത് ഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നാളെ നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്ന അനുസരിച്ച് നമുക്ക് പാട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ കഥകൾ ഉണ്ടാക്കിയെടുക്കാം, ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ റീഡ് ചെയ്തെടുക്കാം എന്നുള്ളത്. ഇതിനൊരു നെഗറ്റീവ് സൈഡ് കൂടി പല ശാസ്ത്രജ്ഞരും പറയുന്നത്. കാരണം നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും സ്വകാര്യത നിറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അവൻ്റെ തലച്ചോറ് മാത്രമാണ്. അവിടെ ചിന്തിക്കുന്നത് എന്താണെന്ന് മറ്റാർക്കും കണ്ടെത്താൻ പറ്റാത്തൊരു സ്ഥലം. അവിടെ ഉള്ളത് പോലും കണ്ടെത്തുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ അതുപോലും തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നതിൻ്റെ ഒരു ദൂഷ്യവശമാണ്. പക്ഷേ